ഭക്തിയുടെ പാരമ്യത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം പ്രസിദ്ധമായ രഥപ്രയാണ ചടങ്ങുകൾ ആരംഭിക്കുന്നു. വൈകിട്ട് 5 മണിക്ക് രഥപ്രയാണം നടക്കും. ആയിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. വിവരങ്ങളുമായി മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, ഭക്തിസാന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. മഹാരഥപ്രയാണം എപ്പോഴാണ് ആരംഭിക്കുക? എങ്ങനെയാണ് ഇപ്പോഴുള്ള ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? നീലിമ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകളിലേക്ക്, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്ക് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം പോവുകയാണ്. ഏറ്റവും ഭവ്യമായ ഒരു മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലേക്കാണ് അമ്മ ഇങ്ങനെ പുറത്തേക്ക് എഴുന്നള്ളി വരുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന് വലം വെച്ച അമ്മ നേരെ രഥത്തിലേക്ക് ഏറുന്ന ആ മനോഹരമായ ആ ഒരു ചടങ്ങിന് സാക്ഷിയാകാനാണ് ഭക്തസഹസ്രങ്ങൾ ഇങ്ങനെ ഇവിടെ പ്രാർത്ഥനാ മന്ത്രധ്വനികൾ ഇവിടെ കാത്തിരിക്കുന്നത്. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ചടങ്ങുകൾ ഇവിടെ നടക്കും. രഥ ആരോഹണത്തിലേക്കാണ് ഇപ്പോൾ പോവുകയും ചെയ്തിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ രഥപ്രയാണ ചടങ്ങുകൾ, രഥാരോഹണ ചടങ്ങുകളൊക്കെ തന്നെ നടക്കും. 11-15 കൂടിയാണ് ചടങ്ങുകൾ നടക്കുക എന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. ഇതായിരുന്നു രഥാരോഹണത്തിനുള്ള മുഹൂർത്തമായി കാണുകയും ചെയ്തത്. എന്നാൽ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ക്ഷേത്ര സന്നിധിയിൽ അനുഭവപ്പെട്ടിരുന്നു. ആ ഒരു തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് തന്നെയൊക്കെ ഒരു ചടങ്ങുകൾക്ക് അല്പം ഒരു താമസം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ ചടങ്ങുകൾ നടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പുണ്യമായ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ പ്രാർത്ഥനയാണ് ഭക്തർക്ക് ഉള്ളത്. ഭക്തരുടെ പ്രാർത്ഥനയോടെ അവർ കാത്തിരിക്കുകയായിരുന്നു ഈ മുഹൂർത്തത്തിന് വേണ്ടി. ആ അമ്മ പുറത്തേക്ക് എഴുന്നള്ളുന്ന, വർഷത്തിൽ ഒരു തവണ മാത്രമാണ് അമ്മ ഇങ്ങനെ പുറത്തേക്ക് എഴുന്നള്ളുക. ആ ഒരു എഴുന്നള്ളിപ്പ് കാണുക, രഥത്തിലേറി മഹാരഥോത്സവം, അമ്മയുടെ മൂകാംബിക ദേവിയുടെ ആ മഹാരഥോത്സവം കാണുവാനുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയായിരുന്നു ഭക്തസഹസ്രങ്ങളൊക്കെ തന്നെയും ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഈ രഥോത്സവം, മഹാരഥോത്സവം കാണാനുള്ള എല്ലായിടങ്ങളും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് രഥം വലിക്കാനുള്ള ഭക്തരുടെ ഒരു വലിയ തിരക്കാണ്. അമ്മയുടെ ആ രഥം വലിക്കാനുള്ള ഒരു മഹാഭാഗ്യം സിദ്ധിച്ചവരാണ് ഇവരൊക്കെയും. ആ രഥം വലിക്കുന്ന ആ ഒരു ഭക്തരുടെ ഒരു വലിയ, രാവിലെ മുതൽ തന്നെ അവർ എത്തുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് ഇവർ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക്, ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ക്ഷേത്ര സന്നിധി ഒന്നാകെ കടക്കുകയാണ്. ക്ഷേത്രത്തിൽ നിന്നും ഭക്തരെ എല്ലാം തന്നെ പൂർണ്ണമായും പുറത്തേക്ക് ഇറക്കുകയാണ്. ഇനി ഏതായാലും നിമിഷത്തിനുള്ളിൽ തന്നെ ഈ ചടങ്ങുകളൊക്കെ തന്നെ ഇവിടെ നടക്കും. 11-15 ആയിരുന്നു ഇതിനുള്ള മുഹൂർത്തമായി പറഞ്ഞിരുന്നത്, രഥോത്സവത്തിനുള്ള മുഹൂർത്തമായി പറഞ്ഞിരുന്നത്. അത് അല്പം ഒന്ന് വൈകിയിട്ടുണ്ട്. എന്തായാലും പ്രാർത്ഥനയോടെ തീർത്ഥാടകരെല്ലാം തന്നെ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തായാലും രഥത്തിലേറി അമ്മ ഇവിടെ പുറത്തേക്ക്, ക്ഷേത്ര മതിൽക്കകത്തിന് പുറത്തേക്ക് എത്തുന്ന ഓലകം മണ്ഡലകം വരെ പോകുന്ന ആ ഒരു കാത്തിരിപ്പിലേക്കാണ് ഭക്തസഹസ്രങ്ങളൊക്കെ തന്നെയും ഇവിടെയുള്ളത്. ക്ഷേത്രത്തിൽ നിന്നും പൂർണ്ണമായും ഭക്തരെ പുറത്തേക്ക് ഇറക്കുകയാണ്. അതിനുശേഷം വൈകിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട രഥം വലി നടക്കുക. ഓലകം മണ്ഡപം വരെയാണ് അമ്മ പോകുക. എന്തായാലും ഏറ്റവും ശ്രേഷ്ഠമായ ചടങ്ങുകൾ എന്നതിനപ്പുറത്തേക്ക് പൂർവ്വജന്മ സുഹൃതം മാത്രമാണ് ഈ ഒരു നിമിഷത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയൂ. ദൂരദേശങ്ങളിൽ നിന്നും ഒരുപാട് ഭക്തരാണ് ഈ ഒരു സന്നിധിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് നട തുറന്നത്. നട തുറന്നപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടായിരുന്നു. ആ ഒരു തിരക്ക് തന്നെയാണ് ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോഴും നൂറുകണക്കിന് ഭക്തർ ഇങ്ങനെ ദർശനത്തിനായി ഇവിടേക്ക് എത്തുന്നു. വളരെ വലിയ ബുദ്ധിമുട്ട്, തിരക്ക് നിയന്ത്രിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഇവിടേക്ക് അനുഭവപ്പെടുന്നു. രഥം അങ്ങനെ വർണ്ണാഭമായ രീതിയിലേക്ക്, ഏറ്റവും ആകർഷകമായ രീതിയിലേക്ക്, ഏറ്റവും നയനാനന്ദകരമായ രീതിയിലേക്ക് ഇങ്ങനെ പൂവുകൾ കൊണ്ട്, വർണ്ണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അമ്മയുടെ രഥോത്സവത്തിനായി, അമ്മയുടെ മഹാരഥോത്സവത്തിനായുള്ള ആ ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും
ക്രമീകരണങ്ങളും എല്ലാം തന്നെ പൂർത്തീകരിച്ച് രാവിലെ 10 മണിയോടെ സുരക്ഷാ ക്രമീകരണങ്ങളടക്കം പൂർത്തീകരിച്ചുകൊണ്ട് സുരക്ഷാ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്ഥലത്തേക്ക് എത്തി സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നു. യാതൊരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. ഒരു വശത്ത് വലിയ ചൂടാണ്, കത്തുന്ന വെയിലാണ്. പക്ഷേ ആ ചൂടിനെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ജനനിബിഡമായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഒന്നാകെ മാറിയിരിക്കുകയാണ്. ഈ രഥോത്സവം കാണാൻ പറ്റുന്ന എല്ലാ വഴികളിലും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എല്ലായിടങ്ങളും ദേവീ മന്ത്രസ്തുതികളാൽ മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പുണ്യമാണ് ഈ ഒരു ദിവസം, ഈ ഒരു നിമിഷം, ഈ ഒരു സ്ഥലത്ത് അമ്മയുടെ തിരുസന്നിധിയിൽ, അമ്മയുടെ തിരുമുന്നിൽ നിൽക്കാൻ കഴിയുക എന്നത്. അതുകൊണ്ട് തന്നെ ദൂരദേശങ്ങളിൽ നടക്കം ഭക്തരുടെ ഒരു വലിയ സഞ്ചയം ഇവിടെയുണ്ട്. ആ ഒരു ഭക്തരുടെ വലിയ തിരക്ക്, വലിയ ഒരു തീർത്ഥാടന പ്രവാഹം ഈ ഒരു സന്നിധിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും തീർത്ഥാടകരുടെ ഒരു വലിയ പ്രവാഹം, മലയാളികളായ തീർത്ഥാടകരുടെ ഒരു എണ്ണത്തിലും വലിയ ഒരു വർധനയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ജനനിബിഡമായി പ്രാർത്ഥനാ മന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന, അമ്മയുടെ സ്തുതികളാൽ മന്ത്രം മുഖരിതമാകുന്ന ആ ഒരു അന്തരീക്ഷം, എല്ലായിടങ്ങളിലും ഭക്തി നിറയ്ക്കുന്ന കാഴ്ചകൾ, എല്ലായിടങ്ങളിലും ആഘോഷങ്ങൾ. അങ്ങനെ അമ്മ പുറത്തേക്ക് എഴുന്നള്ളുന്ന ആ ഒരു നിമിഷത്തിനായുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് ഇവിടെയുള്ളത്. എന്തായാലും കാത്തിരിപ്പുകൾക്കൊക്കെ തന്നെ വിരാമം വിട്ടുകൊണ്ട് അമ്മ പുറത്തേക്ക് എഴുന്നള്ളി രഥത്തിലേക്ക് കയറി രഥചലനം അല്പസമയങ്ങൾക്കുള്ളിൽ നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഈ രഥത്തിന് സമീപം പൂർത്തീകരിച്ചിരിക്കുകയാണ്. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ഒരുക്കി പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്കുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി പരമാവധി ഭക്തരെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അനിഷ്ട സംഭവങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ രഥചലനം നടക്കും. അതിനായുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഇവിടെയുള്ള ഈ ഭക്തസഹസ്രങ്ങളൊക്കെ തന്നെയും ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നത്. നീലിമ പോലും അവഗണിച്ചുകൊണ്ടാണ് അവിടെ ഭക്തർ അമ്മയെ ഒന്ന് കാണാൻ വേണ്ടി അവിടെ പുറത്ത് ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. വർഷത്തിലൊരിക്കൽ പുറത്തേക്ക് എഴുന്നള്ളുന്ന അമ്മയെ, ആ അമ്മയുടെ ദേവീ ചൈതന്യം ആവോളം നുകരാനായി, ആ ചൈതന്യം അനുഭവിച്ചറിയാൻ വേണ്ടി ഭക്തസഹസ്രങ്ങളാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. കിട്ടുന്ന തണലിലൊക്കെ ഭക്തർ നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും നിൽക്കാൻ പറ്റാത്തവർ വളരെ ആ കൊടും വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ട് അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ച എത്രയോ ഭക്തി നിർഭരമാണ്. ഇനി അങ്ങോട്ടുള്ള ചടങ്ങുകൾ എങ്ങനെയാണ്? അമ്മ പുറത്തെഴുന്നള്ളാൻ സമയമായോ? അതിനുശേഷം എന്തെല്ലാം ചടങ്ങുകളാണ് ഇനി അവിടെ നടക്കാൻ പോകുന്നത്? നീലിമ, അല്പസമയങ്ങൾക്കുള്ളിൽ നടക്കുന്നതാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. അതിലേറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഈ മുഹൂർത്ത സമയത്ത്, രഥം വലിയുടെ മുഹൂർത്ത സമയം എന്നാണ് പറയുക. ഈ മുഹൂർത്ത സമയത്ത് നടക്കുന്ന രഥപ്രയാണം, രഥചലനം എന്നൊക്കെ നമുക്ക് ഈ ഒരു ചടങ്ങിനെ വിശേഷിപ്പിക്കാം. അമ്മയുടെ ആ ഒരു ചടങ്ങിനായാണ് ഈ ഭക്തസഹസ്രങ്ങളൊക്കെ തന്നെയും കനത്ത വെയിലിനെ അവഗണിച്ചുകൊണ്ടും അമ്മയോടുള്ള നിർമ്മലമായ ഭക്തിയിൽ എല്ലായിടങ്ങളിലും ദേവീ മന്ത്രധ്വനികളാൽ നിറയുന്ന ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തി നിൽക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തി അമ്മയുടെ തിരുമുന്നിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് അവരൊക്കെ തന്നെയും ഈ രഥോത്സവം കാണുവാൻ വേണ്ടി ഈ ഭക്തരെല്ലാം തന്നെ ഇവിടെ നിൽക്കുകയായിരുന്നു. എന്തായാലും 11-15 ഈ രഥോത്സവത്തിൻ്റെ ഈ സമയം പറഞ്ഞിരുന്നത്. പക്ഷേ അല്പം ഒന്ന് വൈകിയിട്ടുണ്ട്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ അമ്മ പുറത്തേക്ക് എഴുന്നള്ളിക്കൊണ്ട് ഈ രഥത്തിലേക്ക് രഥപ്രയാണം ആ കാഴ്ചകളിലേക്കും ഒക്കെ നമുക്ക് മടക്കി വരാം. ഭക്തിയുടെ പാരമ്യത്തിലാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. പ്രസിദ്ധമായ രഥപ്രയാണ ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. അരുൺ കൊടുങ്ങൂരാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്.